ഹലോ ഗൈസ്, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ വണ്ടിയുടെ ബാറ്ററി ഡെഡായി. അപ്പം ആംബ്രോൺ എന്ന് പറഞ്ഞ ബാറ്ററിയാണ് ഡെഡായത്. അപ്പം യൂട്യൂബിലൊക്കെ കണ്ടു ഒരു പിന്നെ ബേക്കിംഗ് സോഡ വെച്ചിട്ട് ക്ലീൻ ചെയ്താൽ ശരിയാവുന്നു. നമ്മൾ അതൊന്ന് ട്രൈ ചെയ്യാണ്. അപ്പോൾ ശരിയാവുന്ന വിശ്വാസത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാവരും ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ ഈ ആംബ്രോൺ എന്ന് പറഞ്ഞ ബാറ്ററിയാണ് ഇപ്പോൾ ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യം ഞാൻ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലുള്ള വെള്ളം നമ്മൾ ഒഴിവാക്കാൻ പോകാം. അപ്പൊ വെള്ളം ഒഴിവാക്കാനായിട്ട് നമ്മൾ ഒരു സ്ക്രൂ ഡ്രൈവറിന്റെ സഹായത്തോട് കൂടിയിട്ട് ഇതിന്റെ പിന്നെ ക്യാപ്പ് എടുത്ത് ഒഴിവാക്കുക. അതാണ് ഇപ്പൊ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ക്ലീൻ ആയിട്ടുള്ള ഒരു പാത്രം എടുത്തിട്ട് ആ പാത്രത്തിലേക്ക് നമ്മൾ ഈ വെള്ളം ഒഴിവാക്കുക. പാചകം ചെയ്തേക്കാം. നോക്കണേ, വെള്ളം ഒഴിവാക്കി വേണ്ടിയിട്ടാണ്. ഇതൊക്കെ കടണ്ട് കണ്ടോ, നല്ല കറുത്ത ഉള്ളില് ആയി ചുരുക്കിയിട്ട് അതിലുള്ള എല്ലാ വെള്ളം പൂർത്ത് ഒഴിവാക്കും. അയ്യോ, ഈ വെള്ളം ഫുള്ള് ഹൈക്കായിട്ടുള്ള വെള്ളമാണ്. ഈ വെള്ളം നമ്മൾ ചിലപ്പോ ഉപയോഗിക്കും, ചിലപ്പോൾ ഇത് മാറ്റേണ്ടി വരും. നമുക്ക് നോക്കാം. നമ്മള് ആ വെള്ളം ഒഴിവാക്കിയിട്ട് ആ വെള്ളത്തിൽ അഴുക്കുകൾ ഇനിയിപ്പോ ചെയ്യാൻ പോണത് ഇത് ബേക്കിംഗ് സോഡയാണ്. ഈ ബേക്കിംഗ് സോഡ നമ്മൾ കുറച്ച് കുറച്ച് ഓരോ സെല്ലിലും ഇടുക. ഒരു 2-3 പ്രാവശ്യം ഈ പ്രോസസ് ചെയ്യേണ്ടി വരും. കുറച്ച് കുറച്ച് എല്ലാ സെല്ലിലും ഇടുക. ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഇതിലേക്ക് വെള്ളം നിറക്കണം. വെള്ളം നിറച്ചിട്ട് ഇച്ചിരി നേരം വെച്ചതിന് ശേഷം നമ്മൾ അത് ഒഴിവാക്കുക. അപ്പൊ ഇതൊന്നും കൂടി ക്ലീൻ ആവും. അപ്പൊ ഇനി ഇതിന് നമുക്ക് വെള്ളം വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ വെച്ചാൽ ഇതിന്റെ റിയാക്ഷൻ നല്ല ശബ്ദം ഉണ്ടാവും. അപ്പൊ ഇത് ശരിക്കും അകത്തുള്ള സെല്ല് ക്ലീൻ ആകുക ചെയ്യുക. ആ ക്ലീൻ ആയതിനു ശേഷം നമ്മൾ ഇത് ഒഴിവാക്കും. വെള്ളം ഒഴിവാക്കിയതിനു ശേഷം പിന്നെ ഒരു 2-3 പ്രാവശ്യം ഈ പ്രോസസ് ചെയ്യണം. ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. സാധാ പച്ചവെള്ളം ഒഴിച്ചാൽ മതി. എല്ലാ സെല്ലിലും ഫുള്ള് വെള്ളം ഫുള്ളാക്കിയതിനു ശേഷം നമ്മളിപ്പോ ഇനി ഇത് ഒഴിക്കാൻ പോവാണ്. ഒഴിവാക്കും. കാറ്റാവും. ഈ വെള്ളം ഇത് ഒഴിവാക്കിയാണ് ഈ വെള്ളത്തിന്റെ കളർ കാണാം. ഇത്രയും വൈറ്റ് വെള്ളത്തിനാണ്. 2-3 പ്രാവശ്യത്തിൽ ഫുൾ ക്ലീൻ ചെയ്യണം, ക്ലിയർ ആക്കിയിട്ട്. ഇതൊക്കെ ശരിയാവുന്നുള്ളൂ. 3 പ്രാവശ്യം നമ്മൾ ക്ലീൻ ആക്കേണ്ടത്. 3 പ്രാവശ്യം ക്ലീൻ ആക്കിയിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മളിപ്പോൾ ഇന്നിപ്പോൾ ചെയ്യാൻ പോകണം എന്താ വെച്ചാൽ ഇത് ഈ ബാറ്ററി
വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ട് നമ്മൾ ചാർജിങ്ങിൽ ഇട്ട് വെച്ചേക്കാണ് കേട്ടോ. ചാർജിൽ ഇട്ടപ്പോ തന്നെ ഇത് പിന്നെ 9 വോൾട്ടേ കാണിച്ചിരുന്നത്, ഇപ്പൊ ഒരു 10 വോൾട്ട് കാണിക്കുന്നുണ്ട്. റിസൾട്ടിന് എങ്ങനെയാവും നോക്കാം. നമ്മള് ബാറ്ററി ഇപ്പൊ ഏകദേശം ഒരു 10 മണിക്കൂർ ചാർജിങ്ങിൽ ഇട്ട് വെച്ചാണ്. അപ്പൊ നമ്മൾ ബാറ്ററി ഇപ്പൊ ചെക്ക് ചെയ്യാൻ പോവാണ്, പിന്നെ മൾട്ടിമീറ്ററിന്റെ സഹായത്തോടുകൂടി. അപ്പൊ മൾട്ടിമീറ്റർ ചെക്ക് ചെയ്യാൻ പോകുന്നത് പോസിറ്റീവും നെഗറ്റീവും നമ്മൾ വെച്ച് നോക്കുമ്പോ എത്ര മീറ്റർ ഇത് നോക്കാം. ഇപ്പൊ 14:29 കാണിക്കുന്നുണ്ട്, 14 വോൾട്ട് 29 കാണിക്കുന്നുണ്ട്. പിന്നെ അപ്പം ബാറ്ററി ചാർജ് ആകുന്നുണ്ട് എന്നുള്ളതന്നെയാണ് നമുക്ക് ഇതൊന്ന് മനസ്സിലാവുന്നത്. ഇനിയിപ്പം നാളെ ഒരു രാവിലെയാണ് ഇപ്പൊ നമ്മളിത് ടെസ്റ്റിങ്ങിൽ എടുക്കുള്ളൂ. അതുവരെ ഇത് ചാർജിങ് തന്നെ ഇട്ട് വെക്കുകയാണ്. ഓക്കെ, കണക്ഷനൊക്കെ ഒഴിവാക്കിയിട്ട് 12:71 വരെ ഉണ്ട്. ഇന്നലത്തെ ബാറ്ററി നമ്മളിപ്പോ കാറിൽ ഫിറ്റ് ആക്കി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇത് 2021 ബാറ്ററിയാണ്, 3-ാം മാസം 2021 ബാറ്ററിയാണ്. ഇനി നമ്മളെ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ, വണ്ടി സുഖമായിട്ട് സ്റ്റാർട്ടാക്കി സ്റ്റാർട്ടായിട്ടുണ്ട് വണ്ടി. ഇപ്പം എത്ര സമയം കിട്ടും എന്ന് അറിയാൻ പറ്റില്ല. ഇത് പിന്നെ ഇപ്പൊ ഓൾറെഡി ഇപ്പൊ നല്ല പെട്ടെന്ന് സ്റ്റാർട്ട് സ്റ്റാർട്ടാക്കി നോക്കാം. ഓക്കെ, സ്റ്റാർട്ടാക്കി നോക്കാം. സ്റ്റാർട്ടായി. ഇത് കോഡ്രാജറ്റിന്റെ ടാറ്റന്റെ കോഡ്രാജറ്റ് വണ്ടിയാണ്. 2008 മോഡലാണ് വണ്ടി. പഴയ വണ്ടിയാണ്, നല്ല മൈലേജിലൊക്കെ വണ്ടിയാണ്. ഈ വണ്ടിയാണ് ഇപ്പൊ നമ്മൾ ഈ ബാറ്ററി വെച്ചിട്ട് ബാറ്ററി കംപ്ലൈന്റ് ആയത് ഫ്രീഡേക്ക് സ്റ്റാർട്ട് ആക്കിയത്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇത്ര നല്ല വീഡിയോകൾക്ക് വേണ്ടി നമ്മളെ ചാനൽ തുടരുക. താങ്ക് യു വെരി മച്ച്.